ഇന്ന് 18/2/2026. സമയം ഇപ്പോൾ 9:45. ഞാൻ നിൽക്കുന്നത് തുമ്പ ആറാട്ടുവഴി കടപ്പുറത്താണ്. ഇവിടെ നമ്മളെ ഭീമവള്ളിയിലെ നവാസക്കായും ടീമേ ഇവിടെ വലവിടാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് അവർ താമസിച്ചാണ് വന്നത് കേട്ടാ. അവർ വന്നപ്പോൾ തന്നെ 7:30 മണിയായി. ഇന്ന് വരല്ലെന്നും പറഞ്ഞ് കിടന്നതാണ് അവർ. പക്ഷെ എന്നിട്ട് അവർ എന്തെങ്കിലും കിട്ടുമുള്ള പ്രതീക്ഷയിൽ അവർ വന്നു. കാരണം കുറേ ദിവസം കൊണ്ട് വന്നിട്ടേ വണ്ടി വാടക വരെ നഷ്ടം. വണ്ടി വാടകയ്ക്കുള്ള പൈസ പോലും കിട്ടുന്നില്ല. വലയിലേ വല വിട്ട് കഴിഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ ഇന്ന് മടിച്ച് കിടന്നതാണ്. എന്നിട്ടും പടച്ചു എന്തെങ്കിലും കൊടുക്കാനുള്ള പ്രതീക്ഷയിൽ അവർ വന്നു. എനിക്കൊന്നും സുഖമില്ലാത്തതുകൊണ്ട് ഞാനും ഒന്ന് വരണ്ടാന്ന് പറഞ്ഞ് നിന്നതാണ്. പനിയായിരുന്നു കേട്ടോ, പനി പിടിച്ചു. പിന്നെ അവർ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇറങ്ങി. ഞാൻ ഇത്ര നേരം ഇവിടെ ഷീരിട്ട് കയറി കിടക്കുകയായിരുന്നു കേട്ടോ. അവരിപ്പോൾ കമ്പ വലിച്ച് തീർന്നതേ ഉള്ളൂ. ഇനി വല വലിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഇനി 1 മണിക്കൂർ എടുക്കും വല കയറാനേ. പടച്ചോലഗ്രഹിച്ച് എന്തായാലും മീനുണ്ടാകും നോക്കാം. പടച്ചോലഗ്രഹിച്ചാൽ മതിയായിരുന്നു. കാരണം കുറേ ദിവസമായി കേട്ടോ മീനൊക്കെ കിട്ടിയിട്ടേ, കുറേ ദിവസമായി. വല വലിക്കുന്നവർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ, പിന്നെ വണ്ടി വാടക എല്ലാം നോക്കണ്ടേ. പടച്ചോലഗ്രഹിച്ച് എന്തായാലും മീനുണ്ടാകും നോക്കാം. ഏകദേശം 1.5 മണിക്കൂറായി കേട്ടോ അവർ കമ്പ വലിച്ചു തുടങ്ങിയിട്ടേ. വല വിട്ട് കമ്പ വലിക്കാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായി. ഇപ്പോഴാണ് കൈവല മുകളിലോട്ട് വന്നത്. 1.5 മണിക്കൂർ കൊണ്ട് അവർ ഈ വെയിലത്തിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇനിയും 1 മണിക്കൂർ കഴിഞ്ഞാലേ വലം കരയിൽ കയറുള്ളൂ. അപ്പോൾ 2 മണിക്കൂർ 2.5 മണിക്കൂറത്തെ കഷ്ടപ്പാടാണ്. വെയിലത്തിടന്ന് കഷ്ടപ്പെടുന്നതിന് ഒരു കുറവുമില്ല. അവർ അത്രയും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും കിട്ടുള്ള പ്രതീക്ഷയിലേ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട്, കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നതാണ്. ഇവരുടെ ഈ ബുദ്ധിമുട്ടാൻ കാണാതെ പോകരുത് കേട്ടോ. വീട്ടുകാരൊക്കെ മനസ്സിലാക്കണം. കാരണം അവർ ആത്മാർത്ഥമായിട്ട് അവർ പണിയെടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ ജോലി അവർ കറക്റ്റായി ചെയ്യുന്നു. പിന്നെ ഭാഗ്യപരീക്ഷണം പോലെ പടച്ചോൻ തരുന്നതല്ലേ. നമ്മൾ നോക്കാം, പടച്ചോൻ അനുഗ്രഹിച്ച് ഇന്നെങ്കിലും എന്തെങ്കിലും ഉണ്ടാകും നോക്കാം. ഇതാണ് വേണ്ട 10-25 പേര് കിടന്ന് വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നതാണ്. നമ്മളെ ഈ ഭാഗങ്ങളിൽ വെട്ടുതുറ, പുത്തുംതോപ്പ്, സെൻറ് ആൻഡ്രൂസ്, പള്ളിത്തുറ ഭാഗങ്ങളിലൊന്നും ഇപ്പം എല്ലാ ദിവസവും കരമടിയൊന്നും വിടുന്നില്ല കേട്ടോ. കാരണം കടലിൽ പാട്ടോല വെട്ട് മീനില്ലാത്തതിനെ കൊണ്ട് ആരും ഇപ്പം വലയൊന്നും വിടുന്നില്ല. അപ്പം ആകെ സ്ഥിരമായിട്ട് ഇപ്പോൾ വല വിടുന്നത് ഇവർ മാത്രമേ ഉള്ളൂ. ഭീമവള്ളിയിലുള്ള തന്നെ ബാക്കിയുള്ള വലക്കാരും ഇങ്ങോട്ട് വരത്തില്ല. ഇവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒന്ന് വല വിടുന്നത് നവാസക്കാരി മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കിട്ടുള്ള പ്രതീക്ഷയിൽ വരുന്നതാണ്. അവരെ കഷ്ടപ്പാട് അവർ നല്ല രീതിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് നല്ല രീതിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. നോക്കാം, എന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. പ്രതീക്ഷയോടെ നോക്കാം. പടച്ചനുഗ്രഹിക്കുമെന്ന് നോക്കാം. ഇന്നേ സത്യം പറഞ്ഞാൽ എനിക്കൊട്ടും വയ്യ കേട്ടോ. പനി ആയതിനെ കൊണ്ട് എനിക്ക് വെയിലുള്ളാൻ വയ്യ. അതുകൊണ്ട് ഇനിയിപ്പം കരമടി കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ വല വലിക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഞാൻ മുകളിലിരിക്കുകയാണ്, അതാണ് ആ ക്ലിയർ കിട്ടാത്തത്. അപ്പോൾ ഇന്ന് കരമടി വല കയറാൻ നേരത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോയി വീഡിയോ എടുക്കാം. അല്ലാതെ വീഡിയോ എടുക്കുന്നില്ല. വയ്യ കേട്ടോ, വെയിലുള്ളാൻ വയ്യ, ഒട്ടും വെയിലുള്ളാൻ വയ്യ. അതുകൊണ്ടാണ്. നവാസാക്കട വല കയറി കേട്ടാ. വല കയറിയപ്പോൾ അതിനകത്തൊന്നുമില്ല. ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. വെയിലുള്ളതിനൊന്നും വയ്യാത്തതുകൊണ്ട് അങ്ങോട്ട് പോയി വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടാ. വെറുതെ മിനക്കെട്ട് വന്നിട്ട് വണ്ടിക്കൂലി നഷ്ടമായിരുന്നു. കഷ്ടപ്പാടാ. 2.5 മണിക്കൂറാണ് നടന്ന് കഷ്ടപ്പെട്ടത് വെയിലത്തിടന്നേ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, മീനൊന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുള്ള പ്രതീക്ഷ വീണ്ടും വയ്ക്കുന്നു. അല്ല ഇപ്പോൾ ഒരു കാര്യമില്ലല്ലോ. പ്രതീക്ഷയോട് ജീവിക്കാനല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പോഴേ നാളെ പോലെ ഞാനാണെങ്കിൽ ഇപ്പം കരമടി വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നില്ല കേട്ടാ. ഇനിയിപ്പം കരമടി വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടുന്നില്ല ഇപ്പം. അപ്പോൾ അതുകൊണ്ട് നാളെ മുതൽ ഹാർബറിലെയും പരിയടൊക്കെ പോയി നോക്കാം. അപ്പോൾ അവിടെ നമുക്ക് മീൻ കിട്ടുന്നെങ്കിൽ മീൻ എടുക്കുകയും ചെയ്യാം, അവിടുത്തെ വീഡിയോ എടുക്കുകയും ചെയ്യാം. അപ്പോൾ നാളെ മുതൽ ഇപ്പം അങ്ങനെ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കരമടി നോക്കി പോകുന്നില്ല. അപ്പോൾ നാളെ മുതൽ നമുക്ക് ഹാർബറിലെയും മരിനടുത്ത വീഡിയോയിലൊക്കെ കാണാം. കച്ചവടത്തിൽ മീൻ എടുക്കണം. കച്ചവടത്തിൽ മീൻ എടുക്കാതിരുന്നാലേ ആകെ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, ഇന്നത്തെ വിഷയം ഇത് തന്നെ കേട്ടോ. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, വയ്യാത്തതുകൊണ്ടാവും.